गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। അണകവിയുന്നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദീച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. പണ്ഡിത പാമര ബാലവൃദ്ധ ഭേദമന്യേ ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായി നിലകൊണ്ട തപ്തകാഞ്ചന സന്നിഭനായ നാരായണ നാമധേയനായ സ്വാമി തൃപാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിന്റെ അനന്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ വന്ദനം. ശ്രീനാരായണ ഗുരുദേവൻ അറിവിന്റെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ശിവഗിരി തീർത്ഥാടനത്തിന് നൽകിയ പ്രഭാഷകർക്ക് വേണ്ടി സ്വാമി തൃപാദങ്ങൾ നൽകിയ അഷ്ടവിഷയങ്ങളിൽ എട്ടാമതായി ഗുരു പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഞാൻ പറയുന്ന ഈ ചെറിയ വാക്കുകൾ ശ്രവിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനാരായണീയർ, അതോടൊപ്പം ഇന്ന് എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന ഗുരുവിനെ, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് പോലും വിശ്വാസമില്ലാതിരിക്കുന്ന ശ്രീനാരായണ ഗുരു എന്ന സൂര്യനെ മുറുകെ പിടിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു തന്ന ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് മാതൃകയായി നിൽക്കുന്ന സേവനം UK-യുടെ ഏറ്റവും ബഹുമാന്യരായ സാരഥികൾ, അതോടൊപ്പം സ്വാഗതം ആശംസിച്ച ശ്രീ സജീഷ് ദാമോദരൻ അവറുകൾ, ഇന്ന് ഈ മീറ്റിംഗിന്റെ ആതിഥേയത്വം വഹിക്കുന്ന ശ്രീ ബിജു അവറുകൾ, അതോടൊപ്പം ശ്രീ സദാനന്ദൻ അവറുകൾ, പ്രിയങ്കരിയായ സൗമ്യ ചേച്ചി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്തേ. ഇടയ്ക്കൊക്കെ മൈക്ക് ഓണാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു നമസ്തേയൊക്കെ നമുക്ക് മൈക്ക് ഓണാക്കി പറയാം. നമസ്തേ നമസ്തേ നമസ്തേ. നമ്മൾ നമസ്തേ പറയുന്നത് നമുക്കറിയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉള്ളിലും ഒരുപാട് ദൂരങ്ങൾ അപ്പുറം ഇരിക്കുന്ന ഓരോ ആളുകളുടെ ഉള്ളിലും കുടിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ നമ്മൾ വന്ദിക്കുകയാണ് നമസ്തേ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. ഭഗവാൻ അതിനെ ആത്മോപദേശ ശതകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇരുളിലിരുപ്പവനാറ് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായവനോടു നീയുമാരെന്നരുളും ഇതിൻ പ്രതിവാക്യമേകമാകും. അതായത് ഇരുട്ട് നിറഞ്ഞൊരു മുറിയിൽ ഒരു പരിചയവുമില്ലാത്ത, മുൻപ് കണ്ടിട്ട് പോലും ഇല്ലാത്ത രണ്ടാളുകളെ കൊണ്ടുചെന്നിരുത്തിയപ്പോ ആദ്യത്തെ ആള് രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരമായി പറഞ്ഞത് ഞാൻ എന്നായിരുന്നു. പിന്നീട് രണ്ടാമത്തെ വ്യക്തി തിരികെ ആദ്യത്തെ ആളോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അദ്ദേഹവും ഉത്തരമായി പറഞ്ഞത് ഞാൻ എന്നാണ്. ഈ ഞാനാണ്, എല്ലാവരിലും ഇരിക്കുന്ന ഈ ഞാൻ എന്ന പദത്തെയാണ്, ആ ഒരു സത്തയെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മസത്തയെ നാം വന്ദിക്കുന്നതാണ് നമസ്തേ എന്ന വാക്കിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇന്ന് നാം ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലെ നിതാന്ത സത്യങ്ങൾ എന്നാണ്. ഗുരുകൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന നിരവധി അനവധി സത്യങ്ങളുണ്ട്, അല്ലെ? ഗുരുവിന്റെ അടുത്തേക്ക് നമ്മൾ ചെന്നിട്ട് ചോദിക്കാണ്, സ്വാമി
എന്റെ ശരീരത്തിന് എത്ര നീളമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യം ചോദിച്ചാല് എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഗുരുവിന്റെ കൃതികളിലൂടെ തരികയാണ്. നമ്മൾ ചോദിക്കുകയാണ്, സ്വാമി എന്റെ ശരീരത്തിന് എത്ര നീളമാണുള്ളത് എന്ന് ചോദിച്ചാല് ഉടൻ തന്നെ സുബ്രഹ്മണ്യ കീർത്തനം എടുത്ത് നമുക്ക് കാണിച്ചു തരും. അതിൽ പറയുന്നു, എൻചാൻ റോട്ടുടയുള്ള ശകടമത് വലിച്ചോണ്ടു മേലെഴുത്തു കീഴും. 8 ചാണുണ്ട് ഒരാളുടെ ശരീരം എന്ന് പറയുന്നത്. അത് അളക്കുവാൻ ഒരു ടേപ്പും വേണ്ട, മറിച്ച് നമ്മുടെ കയ്യിലെ ഈ ചൂണ്ടുവിരലും നടുവിരലും മോതിരവിരലും ഇങ്ങനെ അടച്ചു പിടിച്ചതിന് ശേഷം നമ്മുടെ ചെറുവിരലും തള്ളവിരലും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ്, അതാണ് ഒരു ചാണെന്ന് പറയുന്നത്. നമ്മുടെ കൈക്ക് 8 ചാണാണ് നമ്മുടെ ശരീരമുള്ളത് എന്നാ സ്വാമി സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നത്. അടുത്തിരിക്കുന്നവന്റെ അളക്കാൻ പോകരുത്, അങ്ങനെ പോയാൽ തെറ്റിപ്പോവും. പക്ഷേ നമ്മുടെ ശരീരത്തില് നമ്മുടെ കൈവച്ച് നോക്കുകയാണെങ്കിൽ 8 ചാണാണ് നമ്മുടെ ശരീരമുള്ളത്. പിന്നീട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തന്റെ കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു ആ ഒരു മതം ഹിന്ദു മതമാണ് എന്ന്. പക്ഷെ ഗുരു ആത്മോപദേശ ശതകത്തില് പറഞ്ഞിട്ടുണ്ട്, അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിലിമ്മതമേകമെന്നു ചിന്തിച്ച് അഖമണയാതകതാരമർത്തിടേണം. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. നമ്മളെല്ലാവരും ഈ ജോലിക്ക് പോകുന്നത് തീർച്ചയായും പണം സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ പണം സമ്പാദിക്കുന്നത് ഒരുവന് അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അവൻ നിരന്തരമായി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ആത്മസുഖം തന്നെയാണ് ഒരുവന്റെ മതം എന്ന് പറയുന്നത്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കറിയാം, ഭാമഹൻ കൃതികളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ശബ്ദാർത്ഥവും സഹിതവും കാവ്യ എന്നാണ്. 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കാശ്മീരി സംസ്കൃത പണ്ഡിതനായിരുന്നു മമ്മട ഭട്ടൻ. അദ്ദേഹം കാവ്യത്തിനുണ്ടാകേണ്ട, അല്ലെങ്കിൽ കാവ്യം ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് തുടങ്ങി കാവ്യത്തിന്റെ ധർമ്മങ്ങളെയും അതുപോലെ ഈ കാവ്യങ്ങൾ രചിക്കുന്ന കവികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് കാവ്യപ്രകാശം. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു കവിക്ക് 6 ഗുണങ്ങൾ ലഭിക്കുമെന്നാണ്. നമ്മളോട് സാധാരണക്കാരാണ് നമ്മളിപ്പോ, തീർച്ചയായും നമ്മളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഒരു കവിക്ക് ലഭിക്കുന്ന ഗുണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പണം കിട്ടും, പ്രശസ്തി കിട്ടും എന്നൊക്കെയാണ്. കാവ്യപ്രകാശത്തിൽ മമ്മടൻ പറയുന്നത്, ഒരു കവിക്ക് തൻ്റെ കവിതയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടായി കിട്ടുന്നത് പണം, ലോകപരിജ്ഞാനം, അനർത്ഥ നിവാരണം, ആനന്ദം, ഉപദേശം, ഇങ്ങനെ 6 കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോ, ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഋഷിയായ ഭഗവാൻ ഇതൊന്നും കാംക്ഷിച്ചായിരുന്നില്ല കാവ്യരചന നടത്തിയത്. മറിച്ച് ഗുരുവിന്റെ എല്ലാ സൃഷ്ടികളും സഹജ പ്രതിഭയുടെ സ്വയം പ്രകാശിനികളാണ്. ഗുരു തനിക്ക് ലഭിച്ച അനുഭൂതിയെ സാധാരണക്കാരന് മുൻപിൽ വരച്ചു കാട്ടുവാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ സാഹിത്യത്തെ കണ്ടുള്ളൂ. ഗുരു രചന നടത്തുന്നത് നിയോ ക്ലാസിസത്തിന്റെയും റൊമാൻറ്റിസത്തിന്റെയും കാലഘട്ടത്തിലാണ്. ഒരു പക്ഷേ അന്ന് ഈ പറഞ്ഞ രചനാ ശൈലികളൊക്കെ സ്വാമി തൃപ്പാദങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഗുരുവിനെ വെല്ലുവാൻ ശേഷിയുള്ള ഒരു കവി പോലും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. കാരണം അത്രയേറെ കഴിവുള്ള, അല്ലെങ്കിൽ അത്രയേറെ വാക്ചാതുര്യമുള്ള, വൈഭവശേഷിയുള്ള ഒരാളാണ് നമ്മുടെ സ്വാമി തൃപ്പാദങ്ങൾ. ഇന്ന് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞു ഇതൊരു സത്സംഗമാണ്, അല്ലെ? ഒരു സത്സംഗ വേദിയാണ് ഇവിടെ എന്ന് സ്വാഗത പ്രാസംഗികരും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളും ഒക്കെ പറഞ്ഞു. എന്താണ് സത്സംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സത്സംഗത്വേ നിസംഗത്വം, നിസംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇതാ വിവേക ചൂടാമണിയിൽ ആദിശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? മോക്ഷം തന്നെയാണ്.
നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് മോക്ഷം എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വസ്തുതയാണ് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ശാന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് മോക്ഷം വേണോന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ട് അത് മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതല്ല ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും പറയരുത്. അപ്പോ ഈ മോക്ഷമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൂടെ നമുക്കിതൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഒരു മായാ മൂട് പടം തുറന്നിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മോക്ഷമാണെന്നൊന്നും നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് സ്വാമി ജനനീ നവരത്ന മഞ്ജരിയിൽ പറഞ്ഞിരിക്കുന്നത്. അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. ആ കടലില് ഞാനിങ്ങനെ വീണിങ്ങനെ ചുറ്റിത്തിരിയുകയാണ്. ഈ സാധുജനങ്ങൾ ഈ ഭൂമിയിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് കണ്ടറിഞ്ഞ സ്വാമി തൃപ്പാദങ്ങൾ ശിവശതകത്തിൽ നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. 5-ാം പദ്യത്തിൽ ഗുരു പറയുന്നുണ്ട്, ശിവ ശിവ നിൻ തിരുനാമമോർത്തു കണ്ടാൽ എവിടെയും ഒന്നും ഇതിനു തുല്യമില്ല. ഇവ പലതുള്ളിൽ അറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. അല്ലയോ ശിവഭഗവാനെ, അങ്ങയുടെ നാമത്തിനപ്പുറമായിട്ട് ഒന്നുമില്ലെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ എൻ്റെ ഈ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ സംസാര സാഗരമാകുന്ന ജീവിതത്തിൽ കിടന്നിങ്ങനെ അലയുന്നത് എന്ത് കഷ്ടമാണ് സ്വാമി എന്ന ഗുരു ചോദിക്കുന്നത്. നമുക്കറിയാം, ഗുരു തനിക്ക് ലഭിച്ച അനുഭൂതികളെ നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടിയതാണ് ഗുരുവിന്റെ ഓരോ കൃതിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാം ശ്ലോകം. ഗുരു അവിടെ നമ്മളോട് പറയുന്നുണ്ട്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നയാട്ടെ. കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ഉത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. എനിക്ക് ലഭിച്ച ഈ ആത്മസാക്ഷാത്കാരത്തിൽ ഞാൻ അമരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതല്പം കഴിഞ്ഞു മതി. കാരണം എന്റെ സഹോദരരായ ആ സാധുജനങ്ങൾ അവരുടെ ഉള്ളിലുള്ള ചൈതന്യം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ചൈതന്യം ഉണ്ട് എന്ന സത്യം പോലും തിരിച്ചറിയാതെ അജ്ഞതയിൽ ആണ്ട് കിടക്കുകയാണ്. നമ്മുടെ ഈ അജ്ഞതയ്ക്ക് ഗുരു 2 കാരണങ്ങളാ പറഞ്ഞത്. ഒന്ന്, മദ്യം കുടിച്ചോ. 2, രോഗം ബാധിച്ചോ അവരവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ ആത്മസാക്ഷാത്കാരത്തിൽ ഞാൻ അമരുന്നത് അല്പം കഴിഞ്ഞു മതി. എനിക്ക് ആ സാധുജനങ്ങളെ അവരുടെ ഉള്ളിലുള്ള സത്യം എന്താണെന്ന് തിരിച്ചറിയിച്ചു കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നില്ലേ? ഒരു പക്ഷെ സ്വാമി എന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനുള്ള കരുണ കാണിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്നും നാം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ നട്ടം തിരികെയല്ലേ. അല്ലാതെ നമുക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒരു സ്തോത്രത്തിന് ചില നിയമവ്യവസ്ഥകൾ ശാസ്ത്രം കൽപ്പിക്കുന്നുണ്ട്. അതായത് നമസ്കാരസ്തദാശിശ്ച സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥന ചെയ്തി ഷഡ്വിധം സ്തോത്ര ലക്ഷണം. ഒരു സ്തോത്രത്തിന് ഒരു നമസ്കാരം ഉണ്ടാകണം. അതില് പരാക്രമം. എന്താണ് പരാക്രമം? നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ മലന്ന് കിടന്ന സമയത്ത് അദ്ദേഹത്തിന് നേരെ വന്ന, കൃഷ്ണന് നേരെ വന്ന ആ ചക്രത്തെ അല്ലെങ്കിൽ ശകടാസുരനെ തന്റെ കുഞ്ഞിളം കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് കൃഷ്ണ ഭഗവാന്റെ പരാക്രമമാണ്. അപ്പോ ഇതുപോലെയുള്ള നമസ്കാരവും അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പരാക്രമങ്ങളും ഒക്കെ ഒരു സ്തോത്രത്തിൽ ഉണ്ടാകണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നീട് കാവ്യത്തിന്റെ കാര്യത്തിലും ഇതുപോലെയുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട്. അദോഷവും സഗുണവും സാലങ്കാരവും അതുപോലെ തന്നെ ശബ്ദാർത്ഥവും കാവ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അദോഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദോഷങ്ങളൊന്നും ഉണ്ടാകരുത്. ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരു സമൂഹത്തിനോ ഈ ഒരു സൃഷ്ടി കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു ദോഷം ഉണ്ടാകരുത്. അവർക്ക് ദോഷമുണ്ടാകരുത് എന്ന് മാത്രമല്ല, സഗുണവും, എന്തെങ്കിലും ഒരു ഗുണവും ഉണ്ടാകണം. ഗുരുവിന്റെ കൃതികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു കൃതി ഒന്നും എടുക്കണ്ട, ഗുരുവിന്റെ ഒരു അക്ഷരമണി എടുത്താൽ നമുക്ക് മനസ്സിലാകും അത് പ്രപഞ്ച അവസാനം വരെ
കത്തിജ്വലിച്ച് നിൽക്കുവാൻ ശേഷിയുള്ള നക്ഷത്ര ശോഭയാർന്ന അക്ഷരമണികൾ തന്നെയാണ് എന്ന്. അതാണ് ഗുരുവിന്റെ കൃതികളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശ്രീ സുകുമാർ അഴീക്കോട് സാർ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ നാരായണന്റെ ദൈവദശകം ആലപിക്കുമ്പോ നാരായണൻ എന്നെ വിളിക്കുള്ളൂ, ശങ്കരൻ എന്നെ വിളിക്കുള്ളൂ, അങ്ങനെ കേട്ടാൽ നമ്മൾ അപ്പോ ഓർത്തോണം അത് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറാണ്. അപ്പൊ സാറ് പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ നാരായണന്റെ ദൈവദശകം ആലപിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാപക്കറ മാത്രമല്ല കഴുകിക്കളയുന്നത്, ഈ ലോകത്തിന്റെ ആകെ പാപക്കറ കഴുകിക്കളയുവാൻ ശേഷിയുള്ള ഒരു പ്രക്രിയയിലാണ് നിങ്ങൾ ഏർപ്പെടുന്നത് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ കേൾക്കുമ്പോ ഗുരുവിന്റെ കൃതികൾ ഒന്ന് വായിച്ചിട്ട് പോലും ഇല്ലാത്ത സാധുക്കളായി മനുഷ്യര് ചിന്തിക്കുകയാണ് ഗുരുവിന്റെ കൃതികളിൽ എന്താ ഉള്ളത് എന്ന്. എന്നാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഗുരു ആ കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വഭാവം മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് അവരെ സഹായിക്കുവാനുള്ള രീതിയൊക്കെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു സദാചാരം എന്ന ഒരു കൃതി രചിച്ചിട്ടുണ്ട് 7 പദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതിലെ ആദ്യത്തെ പദ്യത്തിൽ ഗുരു പറയുന്നു, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. അത് വായിക്കുന്ന ഒരു സാധാരണക്കാരൻ ആദ്യം അവന്റെ മനസ്സിൽ വെറുപ്പുള്ള ഒരാളുടെ മുഖമായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അയാൾ ചിന്തിക്കുകയാണ്, ശരി എന്നാല് ഗുരു പറഞ്ഞതല്ലേ, അയാൾ ചെയ്ത നല്ല കാര്യം മാത്രം എടുത്തിട്ട് എന്നോട് ചെയ്ത ദോഷം കാര്യം ഞാൻ അങ്ങ് മറന്നു കളയാം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഗുരു പറയുന്നുണ്ട്, ഒരാൾ ചെയ്ത നല്ല കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ അതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സും കൂടി നമുക്കവിടെ ഉണ്ടാവുകയാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് സൃഷ്ടി സ്ഥിതി സംഹാര ലയം എങ്ങനെയാണ് എന്ന് ഗുരുവിനോട് ചോദിച്ചാൽ സ്വാമി തൃപാദങ്ങൾ നമുക്കത് ഷൺമുഖ സ്തോത്രത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരു അവിടെ പറയുന്നുണ്ട്, ലൂതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂർത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കി രമിച്ചിടും പടി മായയാ, ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴിച്ച് ആദിമുച്ചുടരായി വിളങ്ങും അനന്ത ഷൺമുഖ പാഹിമാം. എത്ര ഭംഗിയായിട്ടാണ് ഗുരു ആ പദ്യം രചിച്ചിരിക്കുന്നത് എന്ന് അതിന്റെ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ലൂതം എന്ന വാക്കുകൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത് എട്ടുകാലിയെയാണ്. നമുക്കറിയാം, ഈ എട്ടുകാലി ഒരു ചിലന്തി അതിന്റെ വല നെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് 2 നൂലാണുള്ളത്. ഈ ഒരു നൂലില് അതില് പശയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഷൺമുഖ സ്തോത്രം പഠിക്കുന്നത് വരെയൊക്കെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ചിലന്തി വല നെയ്യുന്ന ആ നൂല് വരുന്നത് അത് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയോ ശേഖരിച്ചു കൊണ്ട് വന്നിട്ടാണ് എന്നാണ്. പക്ഷേ ഷൺമുഖ സ്തോത്രം പഠിച്ചപ്പോ ആ സംശയം അങ്ങ് മാറി. ഗുരു അവിടെ പറയുകയാണ്, ഒരു ചിലന്തി അതിന്റെ ആ 2 നൂലുകൊണ്ട്, അതിൽ ഒന്നില് പശയുണ്ട്, ഒന്നില് പശയില്ല. അതെന്താണ് അങ്ങനെ എന്നാണ് ഗുരു അവിടെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തരുന്നത്. ഈ ചിലന്തി ഇതിന്റെ വലയൊക്കെ നെയ്തു വെച്ച് കഴിഞ്ഞ് ഇതില് ഒരു ഇര കുടുങ്ങുന്ന ഒരു സമയമുണ്ട്. അവിടെയാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഗുരു ഉത്തരം നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിലന്തിയുടെ ഈ പശയില് പറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ ഇര അവിടെ കുടുങ്ങി കിടക്കുന്നത്. ഈ ഇര കുടുങ്ങി കിടക്കുന്നത് ഈ ചിലന്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ പശയില്ലാത്ത നൂലിലൂടെ സഞ്ചരിച്ചാണ് ഈ ചിലന്തി ഈ ഇരയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഈ നൂല് സൃഷ്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. കാരണം ചിലന്തിയാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അത് സൃഷ്ടിയുടെ ഭാഗമാണ്. ഇനി ഈ ചിലന്തി ചെന്ന് ഈ ഇരയെ കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഈ ചിലന്തി ഇരയെ വിഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ഇരയെ കഴിച്ചിട്ട് അല്പസമയം ഒന്ന് വിശ്രമിക്കും. ഈ സമയത്ത് നമ്മൾ ആരും ചെന്ന് ആ നൂല് പൊട്ടിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ, സൈഡിൽ കൂടി ഒരു ഉറുമ്പ് പോകുന്ന കണ്ടാൽ അതിനെ വരെ ഞെക്കിക്കൊല്ലും. പക്ഷെ അങ്ങനൊന്നും ചെയ്യരുതെന്നാ സ്വാമി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഈ ചിലന്തിയുടെ നൂല് നമ്മൾ ആരും പൊട്ടിച്ചില്ല എങ്കിൽ അത് തിരിച്ച് അതിന്റെ നൂല് അതിന്റെ ശരീരത്തിലേക്ക് തന്നെ എടുക്കും. അപ്പോൾ അവിടെ സംഹാരവുമായി.
നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലന്തി അതിന്റെ നൂല് ഇങ്ങനെയാണ് എടുക്കുന്നത് വിചാരിക്കരുത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ അടിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ചിലന്തി ഇങ്ങനെ മുകളിലേക്ക് പാഞ്ഞു കയറി പോകുന്നത്. അത് ചുക്കിലിയിൽ പിടിച്ച് മേലോട്ട് കയറി പോകുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. അത് തന്റെ നൂലകത്തേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നതാണ് നമ്മൾ ആ കാണുന്നത്. അപ്പോ ഈ ചിലന്തിയിലൂടെ ഭഗവാൻ നമുക്ക് അവിടെ സൃഷ്ടി സ്ഥിതി സംഹാര ലയം വളരെ മനോഹരമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഗുരു ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ യഥാർത്ഥത്തില് നമ്മൾ തന്നെ അന്തിച്ചു പോകും, അങ്ങനെയുള്ള പദങ്ങൾ ഉണ്ടോ എന്ന്. ഗുരു ദേവീ സ്തവത്തിലെ 4-ാം പദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, പനിയുണ്ടിടും കൃമി എന്ന്. ഗുരു അവിടെ ചെറുതിനെയും അല്ലെങ്കിൽ ആ ചെറു ജീവിക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ലോകത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കറിയാം, നാം എല്ലാവരും പറയുന്നതാണ് ഈ ലോകത്ത് ആദ്യമുണ്ടായിരുന്നത് പരബ്രഹ്മമാണ് എന്ന്, അല്ലെങ്കിൽ ഗുരു എന്നത് പരബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മൾ പറയും. എന്താണ് ഈ ബ്രഹ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിർഗുണമായതാണ് ബ്രഹ്മം എന്ന് നമ്മൾ പറയും. പക്ഷേ അതിന്റെ അർത്ഥം അതിന് ഗുണമില്ല എന്നല്ല, മറിച്ച് ഗുണങ്ങൾക്കും അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾക്കും അതീതമാണ് ബ്രഹ്മം എന്നാണ് നിർഗുണ ബ്രഹ്മത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കുമാരനാശാൻ ഈ ബ്രഹ്മത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നൊരു ഭാഗമുണ്ട്. ആശാൻ പാടിയത് ഇപ്രകാരമാണ്: കാണപ്പെട്ടില്ല കാണും തിറമുടതിന് കണ്ണില്ല കയ്യില്ല കാലില്ല, ആണല്ലല്ലാതെ മറ്റല്ല അണുവുമളവുമില്ല, സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല, മറ്റൊന്നു മല്ലി കാണും ബ്രഹ്മാണ്ട കോടി, കപട നടകലാശാലിയാണെന്റെ ദൈവം. ആശാൻ എത്ര മനോഹരമായിട്ടാണ് ചിന്താവിഷ്ടയായ സീതയില് പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പിന്നീട് ശങ്കരാചാര്യര് പരബ്രഹ്മത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജാതി നീതി കുല ഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയ ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്നാണ്. എന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ സ്വാമിക്കറിയാം, ഇത്ര ഒന്നും പാടാക്കണ്ട, ഞാൻ എഴുതുന്നത് വായിക്കുവാൻ പോകുന്നത് സാധാരണക്കാരാണ്, അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രം എഴുതിയാൽ മതി എന്ന് ചിന്തിച്ച സ്വാമി എഴുതിയത് അറിവ് എന്ന 3 അക്ഷരത്തിലാണ്. അറിവ് എന്ന ഒരൊറ്റ കൃതി പഠിച്ചാൽ എന്താണ് ബ്രഹ്മം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ എല്ലാത്തിനുമുള്ള, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംശയം ഉണ്ടായാലും അതിനെല്ലാത്തിനുമുള്ള ഡെഫനിഷൻസും നിർവചനങ്ങളും എല്ലാ വിഷയത്തിലുമുള്ള പഠനങ്ങളും ഒക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലുണ്ട്. ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോഴും അത് സന്ദർഭോചിതമായി കടന്നു വരേണ്ട അറിവുകളെ നമ്മിലേക്ക് അല്ലെങ്കിൽ സാധകനിലേക്ക് സന്നിവിശേഷിപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം നമുക്കറിയാം. അപ്പോ ഈ ചിലന്തിയിലൂടെ ചിലന്തി ആദ്യം നൂല് സൃഷ്ടിച്ചു, പിന്നീട് ഇരയെ വിഴുങ്ങി സ്ഥിതി നടത്തി, പിന്നീട് ഈ നൂല് തിരിച്ചെടുത്ത് സംഹാര നടനമാടി. ഈ പറഞ്ഞ ബ്രഹ്മത്തിന്റെ ലീലകളുടെ ഭാഗമായിട്ടാണ്, ഈ ലീലകൾ ബ്രഹ്മമാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ട സമയത്താണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ പറയും. ചില കുട്ടികള് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയി, ആ സമയത്ത് എനിക്കത് ഓർമ്മ കിട്ടിയില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് ഗുരു ഗോലദീവേശ സ്തവത്തിൽ പറയുന്നുണ്ട്. ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ആ ലാക്കിലാണ് എനിക്ക് സന്മതി തോന്നിക്കേണ്ടത്, ആ നിമിഷത്തിൽ എനിക്ക് സന്മതി തോന്നിക്കണം, അതിന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഗുരുവിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഭാർഗവൻ വൈദ്യർ എന്നായിരുന്നു. ഇദ്ദേഹം ഗുരുവിന്റെ ആഗ്രഹപ്രകാരം വൈദ്യരാകുവാനായിട്ട് ചേർന്നു. അപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഇദ്ദേഹം പഠിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫൈനൽ എക്സാമിന്റെ തൊട്ടു തലേ ദിവസമായപ്പോ ഇദ്ദേഹം പതിവ് പോലെ ആഹാരമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് ഉറങ്ങുവാൻ കിടന്നു. ഈ ഭാർഗവൻ വൈദ്യനെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് കിട്ടുന്നത്
നമ്മുടെ കുമാരനാശാനെ കിട്ടിയ അതേ സ്ഥലത്ത് വെച്ചാണ്, കോലത്തുകര ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോ ഈ ഭാർഗവൻ വൈദ്യർ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഇദ്ദേഹത്തിന് പതിവില്ലാതെ ഒരു സ്വപ്ന ദർശനം ലഭിക്കുകയാണ്. അതിൽ ഗുരു ഭാർഗവൻ വൈദ്യനോട് ചോദിച്ചു, ഭൃഗു എന്നാണ് ഗുരു അന്ന് ഭാർഗവനെ വിളിക്കുന്നത്, ഭൃഗു നീ ഫോർമക്കോളജിയെ കുറിച്ചുള്ള പാഠഭാഗം പഠിച്ചുവോ? അപ്പോൾ ഭാർഗവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. കാരണം ഫോർമക്കോളജി എന്ന് പറയുന്നത് മരുന്നുകൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു പാഠഭാഗമാണ്. പക്ഷേ അവിടെ നിന്ന് ചോദ്യം വരുമെന്ന് അധ്യാപകരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ ഓർമ്മിപ്പിച്ചത് കുമാരനാശാൻ പാടിയതുപോലെ അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജ്ഞാനിയാണ് തന്നെ ഇത് ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് തനിക്ക് അത് പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാർഗവൻ വൈദ്യൻ അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അന്നത്തെ ലൈബ്രറിയനും വാച്ച്മാനുമായിരുന്ന വ്യക്തിയെ ചെന്ന് കണ്ട് തന്റെ ആവശ്യം ഉന്നയിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ലൈബ്രറിയുടെ താക്കോല് കൊടുത്തു. ഭാർഗവൻ വൈദ്യര് ലൈബ്രറി തുറന്ന് അവിടെ ഇരുന്ന് തന്നെ പഠിച്ച് പിറ്റേ ദിവസം അവിടെ നിന്ന് തന്നെ തയ്യാറായി പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം പറയുന്നു, ചോദ്യപേപ്പർ എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഓപ്ഷൻ ഇല്ലാത്ത 20 മാർക്കിനുള്ള ചോദ്യം വന്നത് ഫോർമക്കോളജി എന്ന പാഠഭാഗത്ത് നിന്നാണ്. അന്ന് മറ്റാർക്കും അത് എഴുതുവാൻ സാധിച്ചില്ല. പക്ഷെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിജ്ഞാനിയുടെ വത്സല ശിഷ്യന് അത് എഴുതുവാൻ സാധിച്ചു. അങ്ങനെ ഭാർഗവൻ വൈദ്യർ ആ കോളേജിൽ നിന്നും 1ാം റാങ്കോടെ പാസ്സായി. ഒന്ന് ആലോചിച്ചു നോക്കുക, ഗുരുവിനെ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക്, ഗുരുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള ഗുരുവിന്റെ ശിഷ്യന്മാർ തന്നെ നമ്മളോട് വളരെ വ്യക്തമായി എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോലത്തുകര ക്ഷേത്രത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ഒരു ചിത്രം ആദ്യമായിട്ട് പ്രതിഷ്ഠിക്കുന്നത്. ആ ചിത്രം വരച്ചത് നമുക്കറിയാം, ഒരുവാതിൽക്കോട്ട കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളാണ്. ആ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത് കുമാരനാശാനാണ് 1916 കാലഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ഒരു വിഗ്രഹം ആദ്യമായി പ്രതിഷ്ഠിക്കുന്നത് നമുക്കറിയാം തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തില് 1927 മാർച്ച് 13-ാം തീയതി ഞായറാഴ്ചയാണ് ഗുരുവിന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അവിടെയും ഉണ്ട് ചില സംഭവങ്ങള്. അങ്ങനെ ഈ ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹം പണിയുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിന്റെ ഒരു ചിത്രം വേണം. അങ്ങനെ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഗുരുവിന്റെ ഒരു ചിത്രം എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അന്നത്തെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്ന ശേഖരൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് ഗുരുവിന്റെ ഒരു ചിത്രം എടുക്കുവാനായിട്ട് ഇവർ കൊണ്ടുവന്നു. ശേഖരൻ വന്ന സമയത്ത് ശേഖരനോട് ഗുരു ചോദിച്ചു, ഈ മാമ്പഴത്തിന്റെ പടം എടുക്കാമോ? ഉടനെ ശേഖരൻ പറഞ്ഞു, അതിനെന്താ, എടുക്കാമല്ലോ. ഗുരു ഉടനെ ഒരു ചോദ്യം കൂടി ചോദിച്ചു, അതിന്റെ രസപ്പടം എടുക്കാമോ? ഇത് യഥാർത്ഥത്തില് നമ്മളോടുള്ള ഗുരുവിന്റെ കൽപ്പനയാണ്. ഗുരു നിർവൃതി പഞ്ചകത്തിൽ പറയുന്നുണ്ട്, കോ നാമ ദേശക ജാതിഹി പ്രവൃത്തികാക്കിയദ്വയഃ ഇത്യാദി വാദോ പരതിർ യസ്യ തസ്യൈവ നിർവൃതിഹി. കോ നാമ ദേശക. ഗുരു രമണ മഹർഷിയെ കണ്ടപ്പോഴുള്ള സംഭവമാണ് അവിടെ നമ്മളോട് വിവരിക്കുന്നത്. 1916 കാഞ്ചീപുരത്തെ ആശ്രമത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് സ്വാമി തൃപ്പാദങ്ങള് തിരുവണ്ണാമലയുടെ പടിക്കെട്ടുകൾ കയറി ചെന്ന് ആദ്യമായി ഒരാളെ കാണുവാൻ സ്വാമി തൃപ്പാദങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് രമണ മഹർഷിയെ കാണുവാനാണെന്ന് നമുക്കറിയാം. രമണ മഹർഷിയെ ചെന്ന് കണ്ടിട്ട് തിരിച്ചു പോരുമ്പോ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, കണ്ടുവോ? ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, ആരെയാണ് സ്വാമി? ഉടനെ വീണ്ടും പറഞ്ഞു, രമണ മഹർഷിയെ കണ്ടുവോ? ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, കണ്ടു, ഞങ്ങൾ കണ്ടു. ഗുരു പറഞ്ഞു, നാം മാത്രം കണ്ടില്ല. അവിടെയാണ് ഗുരുവിലെ ഋഷിയെ നമ്മൾ തിരിച്ചറിയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പറയുകയാണ്, നാം മാത്രം കണ്ടില്ല. യഥാർത്ഥത്തിൽ രമണ മഹർഷിയും ഗുരുവും തമ്മിൽ അന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാകും, ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും അന്ന് അവരുടെ ഉള്ളിലുള്ള ആ തത്വത്തെയാണ് തിരിച്ചറിഞ്ഞത്. വാക്കുകളെ അടക്കുന്ന മുനിമാരിൽ മഹാമുനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഗുരുവിന്റെ ശിവലിംഗം പാടിയിട്ടുണ്ട്. വാദിനാം വാദിനെ വാചം യമാനാം മൗനഭാജിനെ. ഈ മുനിമാർക്ക് സംസാരിക്കുന്നതിന് നമ്മളെ സാധാരണക്കാരെ പോലെ ഭാഷകളൊന്നും വേണ്ടെന്ന് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് പറയാം.
അപ്പൊ നമുക്ക് തിരികെ നമ്മൾ ഈ പറഞ്ഞ കോലത്തുകരയിലേക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കില്ലേ ഞാൻ അത് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന്. അപ്പോ ഈ കോലത്തുകര ക്ഷേത്രത്തിന്റെ പരിസരത്ത് രാമൻ മുതലാളി എന്നു പേരുള്ള ഒരു പണക്കാരനായ ഒരാള് താമസിച്ചിരുന്നു. ഈ രാമൻ മുതലാളിക്ക് ക്ഷേത്ര പ്രതിഷ്ഠയിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഗുരുവിന്റെ അടുത്ത് വന്നു. ഗുരുവിനെ അദ്ദേഹത്തിന് ജീവനാണ്, വലിയ വിശ്വാസമുള്ള ഒരു ഗുരുഭക്തനാണ്. അങ്ങനെ ഗുരുവിന്റെ അടുത്ത് വന്ന് നിന്നു. കുറച്ചു സമയം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഒന്ന് നിന്നിട്ട് ഗുരുവിനെ ഒന്ന് നമസ്കരിച്ചിട്ട് ഗുരുവിനോട് പറഞ്ഞു, സ്വാമി, നമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠയിലും വിഗ്രഹ ആരാധനയിലും ഒന്നും വലിയ വിശ്വാസമില്ല. എന്നെ പോലെ കുറെ ആളുകളുണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഗുരു ഒരു കൃതി എഴുതി തരുവാൻ അങ്ങക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഗുരു തിരിച്ചു ചോദിച്ചു, രാമന് എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അറിയാം സ്വാമി. കാരണം ആ കാലഘട്ടം നമുക്കറിയാം, അക്ഷര എഴുതുവാനും വായിക്കുവാനും പോലും അറിയാത്ത ആളുകളൊന്നും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ രാമൻ പറഞ്ഞു, അറിയാം സ്വാമി, എങ്കിൽ എഴുതിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്നു പേരിൽ പ്രാർത്ഥന എന്ന പദം ഉൾപ്പെടെ ഒരേ ഒരു ഗുരുദേവ കൃതിയാണ് ഗദ്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞു കൊടുത്തു, കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് തുടങ്ങി ഒടുവിൽ ഈ ജീവിത അവസാനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കുറെയൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ചങ്ങയുടെ അടുത്തേക്ക് തന്നെ എന്നെ എത്തിച്ചേക്കണമേ സ്വാമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗദ്യ പ്രാർത്ഥന സ്വാമി എന്ന് രാമൻ മുതലാളിക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഗദ്യ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്ത് എളുപ്പമാണ്, നമുക്ക് മനസ്സിലാകുന്ന അർത്ഥങ്ങളാണ്. പക്ഷേ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയുവാൻ ശ്രമിച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഗദ്യപ്രാർത്ഥനയിൽ സ്വാമി നമ്മളോട് പറഞ്ഞതാണ് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറയുന്ന 3 ശരീരഭാവങ്ങളെ കുറിച്ച്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ മൂക്കുകൊണ്ട് മണക്കുന്നതും നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതും ത്വക്കുകൊണ്ട് അനുഭവിക്കുന്നതും നാക്കുകൊണ്ട് രുചിക്കുന്നതുമല്ലാത്ത ഒരറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഉദാഹരണം പറയാനാണെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ക്ലാസ്സിൽ പോയി ഇരിക്കുകയാണ്, ഒരു സ്കൂളിൽ ചെന്ന് ക്ലാസ്സിൽ ചെന്ന് പഠിക്കാനിരിക്കുമ്പോൾ ടീച്ചർ എഴുതി തരുന്ന കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു, ടീച്ചർ പറയുന്ന കാര്യം നമ്മൾ ചെവി കൊണ്ട് കേട്ടു, പിന്നീട് ടീച്ചർ പറഞ്ഞു തന്ന കാര്യം നമ്മൾ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു, പിന്നീട് ടീച്ചർ എഴുതുവാൻ പറഞ്ഞപ്പോ ത്വക്കുൾപ്പെടുന്ന കർമ്മേന്ദ്രിയമായ നമ്മുടെ കൈകൾ വെച്ച് നമ്മളത് നോട്ട് ബുക്കിലേക്ക് പകർത്തി. ഇത്തരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമേ ലോക വ്യവഹാര ജ്ഞാനം നമ്മിലേക്ക് കടന്നു വരുന്നുള്ളൂ. നമ്മൾ രാത്രി ചോറുണ്ണാൻ ഇരിക്കുകയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യം നമ്മൾ ഈ ചോറ് അരിക്കലത്തിൽ ഇടുന്ന സമയത്ത് അമ്മമാര് കുറച്ച് മാറിയായിരിക്കും ഒരുപക്ഷെ ഇരിക്കുന്നത്, തിളച്ചു വരുന്ന സമയത്ത്. അങ്ങനെയാണ് എങ്കിൽ ഈ തിളച്ചു വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ പറയും അത് ഓഫ് ചെയ്തേക്കും എന്ന് പറയും. അപ്പോ അമ്മയ്ക്കറിയാം അത് തിളച്ചിട്ടുണ്ട്. പിന്നീട് ഈ ചോറ് കഴിക്കാൻ എടുക്കുകയാണെന്ന് ചിന്തിക്കുക. കർമ്മേന്ദ്രിയമായ കൈകൊണ്ട് ആ ചോറെടുക്കുമ്പോൾ കണ്ണൊന്ന് നോക്കും, അതില് പാറ്റിയുണ്ടോ, പല്ലിയുണ്ടോ, പുഴുവുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പറയും വന്നോ വായുടെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറയും. അങ്ങനെ വായുടെ അടുത്തേക്ക് വരുമ്പോ ഈ വായുടെ മുകളിലുള്ള മൂക്ക് നിന്ന് മണത്ത് നോക്കും ഇത് വളിച്ചതാണോ പുളിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട് പറയും ഇല്ല കുഴപ്പമില്ല നീ കഴിച്ചോളൂ എന്ന് പറയും. അങ്ങനെ നാവിലേക്ക് വെച്ചു കൊടുത്തപ്പോ നാവ് പറഞ്ഞു അതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, നീ അതുകൊണ്ട് ഒരിച്ചിരി ഉപ്പ് അതിലേക്ക് ഇട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടിട്ട് നമ്മൾ നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രുചിയിലാണ് നമ്മുടെ ആഹാരം കഴിക്കുന്നത്. ഇതാണ് സ്വാമി തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ഒരറിവും നമുക്ക് ലഭിക്കില്ല. നമ്മുടെ ഈ തൊണ്ടയുടെ ഭാഗത്തായിട്ട് ക്ലോമം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ക്ലോമം ചോറ് കഴിക്കുന്ന സമയത്ത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സെക്യൂരിറ്റിയെ കൊണ്ടുചെന്ന് നിർത്തിയിട്ടാണ് അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ഈ ലോകത്തിന്റെ തന്നെയും സൃഷ്ടാവായ സർവേശ്വരന്റെ ഒരു ദീർഘവീക്ഷണം നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ഈ ക്ലോമം എന്ന് പറയുന്ന സാധനം തുറന്നു കിടന്നാൽ നാളെ പത്രത്തിൽ വാർത്ത വരും ചോറ് കഴിച്ച് ചത്തുപോയി. ഇത് അടഞ്ഞു കിടന്നാലും വാർത്ത വരും ശ്വാസം മുട്ടി ചത്തുപോയി. അപ്പൊ എങ്ങനെ വന്നാലും മരണം ഉറപ്പാണ്. അപ്പോൾ ഈശ്വരൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യും,
നീ അത് തുറക്കുകയും അടക്കുകയും ചെയ്തു, അപ്പൊ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഈ ആഹാരം ചെല്ലുമ്പോ നമ്മുടെ ശ്വാസവും ചെല്ലുന്നു. അങ്ങനെ ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയില് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. 2012 വരെ ഒരു മനുഷ്യന്റെ ശരീരത്തില് 78 അവയവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് 2012 മെസൻട്രി എന്ന് പറയുന്ന ഒരാളും കൂടി വന്നു. അപ്പൊ ദാണ്ടെ 79 അങ്ങനെ 79 എണ്ണവേ കാണത്തുള്ളൂ എന്ന് സമാധാനിച്ചിരുന്നപ്പോ 2018 കടന്നു വന്നു. 2018 ഒരാളും കൂടി വന്നു. അദ്ദേഹത്തിന്റെ പേര് ഇന്റർസ്റ്റീഷ്യം എന്നാണ്. ഇപ്പോ നിലവില് മനുഷ്യ ശരീരത്തില് 80 അവയവങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യ ശരീരത്തില് എത്ര ഞരമ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്ന് നാം പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രം വളരെ വലുതായി അല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകൾ ഉണ്ട് എന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതൊരുപാടുള്ളത് കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ നമ്മൾ വേദങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയാം 4 വേദങ്ങളാണ് നമുക്കുള്ളത്. ഇതിൽ തന്നെ 1180ഓളം ഉപനിഷത്തുകളും ഈ ഉപനിഷത്തുകളിൽ 108 പ്രധാന ഉപനിഷത്തുകളും അതിൽ 10 അതിപ്രധാന ഉപനിഷത്തുകളുമുണ്ട്. ആ 10 അതിപ്രധാനമായ ഉപനിഷത്തുകൾ നമുക്കറിയാം. ഈശകേന കട പ്രശ്ന മുണ്ട മാണ്ഡോക്യ തൈത്തരീയ ഐത്തരീയ ചാന്തോക്യ ബൃഹദാരണ്യകം. ഇവയാണ് ആ 10 അതിപ്രധാനമായ ഉപനിഷത്തുകൾ. ഈ 10 അതിപ്രധാനമായ ഉപനിഷത്തുകളിൽ ഒരെണ്ണമാണ് പ്രശ്നോപനിഷത്ത്. ഈ പ്രശ്നോപനിഷത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 72,72,10,201 ഞരമ്പുകളാണുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത അത്ര ഒരു നിഗൂഢമായ സത്യത്തെ ഈ ഭാരതത്തിന്റെ പരമ്പരാഗതമായ വേദങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെ നമുക്ക് മുന്നിലേക്ക് വരച്ചു കാട്ടി തരികയാണ്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലും ഈ ഉപനിഷത്തുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഉപനിഷത്തുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു, ഷൺമുഖ സ്തോത്രത്തിലെ ലൂതമുള്ളിൽ, അതായത് ആ ചിലന്തിയെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ചിലന്തിയെ ലൂതം എന്നാണ് സ്വാമി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മാണ്ഡോക്യ ഉപനിഷത്തില് ഈ ലൂതമുള്ളിൽ എന്നതിന് പകരം ഊർണനാഭി എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, യാതോർണനാഭി സൃജതേ ഗ്രഹണതേജ യഥാഹൃത്യ മോഷതയെ സംഭവന്തി. ഇങ്ങനെ അങ്ങ് തുടർന്നു പോവുകയാണ് ആ ചിലന്തിയുടെ കാര്യം. അപ്പോൾ ഗുരുവിന്റെ കൃതികളിലും ഈ പറഞ്ഞ ഉപനിഷത്തുകളിലും ഒക്കെ ഉള്ളത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഗുരുവിന്റെ 8 കാലിയെ കുമാരനാശാൻ അതുപോലെ തന്നെ കൊണ്ടുവന്ന് കുമാരനാശാന്റെ തോട്ടത്തിലെ ചിലന്തിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആശാൻ പാടിയിരിക്കുന്നതെന്ന് നോക്കുക. മിനുത്തു നേർത്ത നൂലിതെങ്ങു നിന്നു മോടി കൂടുമീ അനർഘമാം നയിത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നീ, നിനയ്ക്ക നിന്റെ തുന്നൽ കാഴ്ച വേല തന്നിലെത്തിയാൽ നിനക്കു തങ്കമുദ്ര കിട്ടും 8 കാലി നിശ്ചയം. അച്ഛൻ അവിടെ അത്ഭുതത്തോടു കൂടി 8 കാലിയോട് ചോദിക്കുകയാണ്, അല്ലയോ 8 കാലി, നിന്നെ ആരാണ് ഇത്ര മനോഹരമായിട്ട് ഈ നെയ്ത്ത് പഠിപ്പിച്ചത്? അച്ഛൻ അറിയാം അത് ഈശ്വരനാണെന്ന്, എന്നാലും ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ഇത്ര മനോഹരമായി തുന്നൽ വേല പഠിപ്പിച്ചത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ നീ? എനിക്ക് നിശ്ചയമാണ്, എനിക്ക് യാതൊരു സംശയവുമില്ലാതെ പറയുവാൻ സാധിക്കും, നിന്റെ ഈ പൊന്നാല കുട പോലത്തെ ഈ അരികൊക്കെ നന്നായി നെയ്ത് വെച്ചിട്ടുള്ള ഈ എംബ്രോയിഡറി വർക്ക് നിന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് സർവേശ്വരനാണ്. അതുകൊണ്ട് നീ ഇത് ഏതെങ്കിലും എക്സിബിഷന് കൊണ്ടുപോയി വെക്കുകയാണ് എങ്കിൽ, അതാണ് കാഴ്ചവേല എന്ന് പറയുന്നത്, നീ ഇത് ഏതെങ്കിലും എക്സിബിഷന് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ കിട്ടും. ആശാൻ എത്ര മനോഹരമായിട്ടാണ് ഗുരുവിന്റെ ചിലന്തിയെ കൊണ്ടുവന്ന് ആശാന്റെ തോട്ടത്തിലെ ചിലന്തിയാക്കിയത് എന്ന് നമ്മളൊന്ന് നോക്കണം. ആശാൻ തന്നെ അവിടെ പറയുന്നു, നീ അങ്ങനെ ചെയ്താല് നിനക്ക് അവിടെ 1ാം സ്ഥാനം ലഭിക്കും.
നമ്മൾ പറഞ്ഞു വന്ന ഗദ്യപ്രാർത്ഥനയിലെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും എന്ന ഭാഗത്തെ കുറിച്ചായിരുന്നു. ഇതിൽ ഈ സ്ഥൂലഭാവം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഭാവമാണ്. കാരണം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥൂലഭാവമാണ്. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഇതെല്ലാം സ്ഥൂലഭാവത്തിന്റെ ഭാഗങ്ങളാണ്. ഈ സ്ഥൂലഭാഗത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഈ സ്ഥൂലഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തോ കഴിക്കുന്ന സമയത്തോ കാണുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ആത്മാവ് അന്വയം വെക്കുമ്പോൾ ആ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് വിശ്വൻ എന്ന്. അത് രണ്ട് തരത്തിലുണ്ട്. ടോട്ടാലിറ്റി, അതായത് സമഷ്ടിയിലും പറയും, വ്യക്തിഗതമായി വെഷ്ടിയിലും പറയും. അങ്ങനെ ടോട്ടാലിറ്റിയിൽ അതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത്, വ്യക്തിഗതമായി ഒരാളെ കുറിച്ച് പറയുമ്പോൾ സ്ഥൂല ശരീരത്തിലുള്ള ആത്മാവിനെ പറയുന്നത് വിശ്വൻ എന്നാണ്. എന്നാൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള കാര്യം പറയുമ്പോഴാണ് എങ്കിൽ വൈശ്വാനരൻ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നീട് സൂക്ഷ്മ ശരീരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് എങ്കിൽ അവിടെ ആത്മാവ്, അതായത് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീര ഭാവത്തിലാണ്. ഈ സൂക്ഷ്മ ശരീരഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് അന്വയം വെക്കുമ്പോൾ അതിനെ തൈജസൻ എന്നാണ് ഒരാളുടെ കാര്യത്തിൽ വ്യക്തിഗതമായിട്ട് പറയുന്നത്. എന്നാൽ ടോട്ടാലിറ്റിയിലാണ്, സമഷ്ടിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ ഹിരണ്യഗർഭൻ എന്നാണ് നമ്മൾ അഭിപ്രായപ്പെടുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തില് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല, മറിച്ച് മനസ്സ് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് അല്ലെ. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഈ സ്വപ്നത്തിലൂടെയാണ് നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം. സ്വപ്നത്തിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും, എന്തായിരുന്നു കണ്ട സ്വപ്നം, അത് മറന്നുപോയല്ലോ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ അത് കണ്ടു, അമ്മയ്ക്ക് പയർ അരിഞ്ഞു കൊടുക്കുന്നത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇത് കഴിഞ്ഞു ഒരു ഭാവമുണ്ട്, അതിനെയാണ് കാരണ ശരീരം എന്ന് പറയുന്നത്. ഗുരു വളരെ മനോഹരമായിട്ടാണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നതിനെയൊക്കെ അതിഗംഭീരമായിട്ട് ഗുരു താരതമ്യം ചെയ്യുന്നുണ്ട്. ഗുരു അവിടെ പറയുന്നുണ്ട്, നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതു കിനാവു പോലെ ഇപ്രകാരം. ഈ സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഗുരു അവിടെ പറയുകയാണ്, ഈ സൂക്ഷ്മ ശരീരത്തിൽ, അതായത് നിങ്ങൾ ഉറങ്ങിക്കിടന്ന സമയത്ത് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഒരു ചെറിയ സ്വപ്നമാണ്, അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. അതൊരു കുഞ്ഞു സ്വപ്നമാണ്, അതിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഈ ജാഗ്രത അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥൂലഭാവത്തിലായിരിക്കുമ്പോ, ഉണർന്നിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുന്നത് എല്ലാം കിനാവാണ്. അതൊരു നെടിയ കിനാവാണെന്നാ സ്വാമി പറയുന്നത്. അതൊരു വലിയ കിനാവാണ്. അതുകൊണ്ട് അതങ്ങ് മറന്നു കളയുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നാണ്. ഇത് തന്നെയാണ് സ്ഥൂലവും സൂക്ഷ്മവും കാരണവും. ജാഗ്രത എന്ന് പറയുമ്പോ സ്ഥൂലം, സ്വപ്നം എന്ന് പറയുമ്പോ സൂക്ഷ്മം, സുഷുപ്തി എന്ന് പറയുമ്പോ കാരണം. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഈ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് ഒരു വലിയ കിനാവാണ്. അതായത് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം തന്നെ അസത്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം സ്വാമി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് അതിനൊന്നും സാധിക്കില്ല. അത് തന്നെ ഗുരു നമ്മുടെ ജനനി നവരത്ന മഞ്ജരിയിലെ ആദ്യ പദ്യത്തിൽ പറയുന്നുണ്ട്, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി ഒന്നാശു തന്മതി മറന്ന് അന്നാധിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. യഥാർത്ഥത്തിൽ ഗുരുദേവ കൃതികളിലെ നിതാന്ത സത്യം അന്വേഷിച്ചു ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അതായത് ഈ ജാഗ്രത അവസ്ഥയില് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു നെടിയ കിനാവ് മാത്രമാണ്. അത് നാളെ നാം ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നും ഉണരുന്ന സമയത്ത് അവയെല്ലാം ഇല്ലാതെയായി തീരും. ആ സമയത്ത് ഇതോർത്ത് നമ്മൾ സങ്കടപ്പെടരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് 64 പരം വരുന്ന കൃതികളിലൂടെ സ്വാമി തൃപ്പാദങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ
ഈ മൂന്നാമത്തെ ഭാവമായ കാരണ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സും അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഇന്ദ്രിയവും മനസ്സും ഉണ്ടായിരുന്നു സ്ഥൂലത്തില്, സൂക്ഷ്മത്തിലേക്ക് വന്നപ്പോ ഇന്ദ്രിയങ്ങൾ അവിടെ അസ്തമിച്ചു, പിന്നീട് കാരണത്തിലേക്ക് വന്നപ്പോ മനസ്സും അസ്തമിച്ചു. ഇപ്പോ ഇവിടെ ഉണർന്നിരിക്കുന്നത് ഒരാള് മാത്രാണ്. അതിനെ പറയുന്ന പേരാണ് ജീവാത്മാവ്. ഈ കാരണ ശരീരത്തിലാണ് ആത്മാവ് അന്വയം വെക്കുന്നത് എങ്കിൽ അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ്, ടോട്ടാലിറ്റിയിൽ വിശേഷിപ്പിക്കുന്ന നാമമാണ് ഈശ്വരൻ എന്നത്. ഈശ്വരൻ ആരാണെന്ന് ചോദിക്കുന്നവന് ഗുരു ഗദ്യ പ്രാർത്ഥനയിലൂടെ കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കുമ്പോ കാരണ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് അന്വയം വെക്കുമ്പോൾ അതിനെ സമഷ്ടിയിൽ പറയുന്നതാണ് ഈശ്വരൻ എന്ന്. വ്യക്തിഗതമായി അതിനെ പ്രാജ്ഞൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഗുരുവിന്റെ ആ സർഗ വൈഭവത്തെ കുറിച്ച്. ഗദ്യപ്രാർത്ഥന ഏറ്റവും ലളിതമാണെന്ന് നാം വിശ്വസിച്ച ആ കൃതിയിലൂടെയാണ് സ്വാമി ഈ ലോകത്തിന്റെ തന്നെയും തത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കേവലം 3 പദങ്ങളുടെ അർത്ഥം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ ചിന്തിക്കണം എത്ര വലിയ അർത്ഥത്തിലേക്കാണ് സ്വാമി നമ്മളെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന്. ഇപ്പൊ ഏകദേശം 10:45 എനിക്കുള്ള സമയം അവസാനിക്കാറായോ? എന്തായാലും അങ്ങനെ കേട്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാല് ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്നേക്കാൾ ഒത്തിരി അറിവുള്ള ആളുകളാണ് നിങ്ങള് എല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എന്നേക്കാൾ ഏറെ അറിവുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവെങ്കിലും വന്നു പോയാൽ അത് എന്നെക്കാൾ ഏറെ ബാധിക്കുന്നത് ഒരു പക്ഷെ എന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ അത്രയും വലിയൊരു പേടിയൊന്നും ഇല്ല. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഗുരുദേവ കൃതികളെ കുറിച്ച് ഗുരു വളരെ മനോഹരമായിട്ട് നിരവധി കാര്യങ്ങൾ ഈ കൃതികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഗുരുവിന്റെ സദാശിവ ദർശനം എന്നൊരു കൃതി. ഞാൻ ആരാ സ്വാമി എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നാൽ ഗുരു പറയും, ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്നു കൈവരുന്നതിന്നു തെന്നിയടിയനില്ല കാംക്ഷിതം. നീയും ഞാനും ഒന്ന് തന്നെയാണ്. പിന്നീട് ഇതേ സദാശിവ ദർശനത്തിൽ സ്വാമി പറയുന്നുണ്ട്, നിലം നിലിമ്പരാറു പാമ്പെലുമ്പോടമ്പിളിക്കലത്തിലമ്പിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർ പൂങ്കുലയ്ക്കു കുമ്പിടും പടിക്കിനിക്കനിഞ്ഞു കൂറു നീ. പാർവതി ദേവി അതുവഴിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുകയാണ് അമ്മ. അപ്പൊ ശിവഭഗവാന്റെ അടുത്ത് നിന്നാണ് ഈ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്. അമ്മ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി, പക്ഷെ ആരെയും കാണുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് വെപ്രാളമായി, ഇത് ആരാണ് ഈ ചിലങ്കയും കെട്ടി ഭഗവാന്റെ ഒപ്പം ഈ നടക്കുന്ന ഈ പെൺകുട്ടി ആരാണ് എന്ന് ചിന്തിക്കുമ്പോ ഓടി ശിവഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ പരിഭവം ഒക്കെ പറഞ്ഞപ്പോ ഭഗവാൻ കൈ ഇങ്ങനെ നിവർത്തി കാട്ടി കൊടുത്തു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ ഇതാ നോക്കിക്കോ, എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാ കാട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ കൈ കാട്ടിക്കൊടുത്ത സമയത്ത് അമ്മ തന്റെ തല ആ കൈകളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചു. അവിടെ ഞാൻ നീയും ഒന്നായി തീരുന്നു എന്ന സത്യം സ്വാമി നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അമ്മ പിന്നീട് തല ഉയർത്തി നോക്കുമ്പോൾ ശിവഭഗവാന്റെ തലയിൽ 2 കാൽപാദങ്ങൾ കാണുകയാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്, ഇത്രയും സമയം താൻ കേട്ട ഈ ശബ്ദം, ഈ ചിലങ്കയുടെ ശബ്ദം വന്നത് ആ ജടയിൽ നിന്നായിരുന്നു. ആ ജടയിൽ ഒളിച്ചിരിക്കുന്ന ഗംഗാദേവിയാണ് ഇത്രയും നേരമായി തന്നെ ഇങ്ങനെ വെപ്രാളം പിടിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് പാർവതി ദേവി അവിടെ തിരിച്ചറിയുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യവും സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരച്ചിട്ട് തരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നീട് ഗുരുവിന്റെ ഓരോ കൃതിയിലും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സ്വാമി തന്നിട്ടുണ്ട്. 1914 ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആവിക്കപ്പലിന്റെ പ്രചാര കാലഘട്ടമായിരുന്നു. അന്ന് ദൈവത്തിനെ ആവിക്കപ്പലിനോട് സ്വാമി ഉപമിക്കുന്നുണ്ട്. ദൈവമേ കാത്തുകൊൾകങ്ങ കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒരു നാവികൻ ഒരു കപ്പലിനെ സംരക്ഷിക്കുന്നത് പോലെ അല്ലയോ സ്വാമി
അങ്ങ് ഞങ്ങളെ കാത്തു രക്ഷിച്ചു പോരേണമേ എന്ന് വിശ്വപ്രാർത്ഥനയായ ദൈവദശകത്തിലൂടെ സ്വാമി തൃപ്പാദങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാട്ടിത്തരികയാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഭഗവാൻ തന്റെ 64 പരം വരുന്ന ആ പവിഴമുത്തുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരച്ച് കാട്ടിത്തരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് ഭഗവാൻ ആത്മവിലാസത്തിൽ പറയുന്നുണ്ട്, ഓ ഇതാ ദൈവത്തിൽ പുരുഷ ലക്ഷണം കാണുന്നു, നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു. ഇതിലൂടെയൊക്കെ താൻ ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ ഭാഗമാണെന്ന് സ്വാമി നമുക്ക് കാട്ടിത്തന്നില്ലേ? എന്നിട്ടും ഇപ്പോഴും ദൈവമാണോ എന്ന് ചോദിച്ച അലഞ്ഞു തിരിയുകയാണ് മനുഷ്യരിവിടെ. ഒരിക്കലൊരു മുസ്ലിം സിദ്ധൻ ഗുരുവിനെ കാണുവാൻ വന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം ആദ്യം ഗുരുവിനോട് വന്നിട്ട് ചോദിച്ചു, ജലമുള്ളിടത്തെല്ലാം മത്സ്യം കാണുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, കാണണമല്ലോ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഈ നിൽക്കുന്ന തെങ്ങിൽ കരിക്കുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ജലമുണ്ടല്ലോ, അതിൽ മത്സ്യം കാണുമോ? ഗുരുവിനോട് വാദിച്ച് ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. ഗുരു ഉടനെ പറഞ്ഞു, നോക്കിക്കളയാം. അങ്ങനെ ഈ കരിക്ക് മുറിച്ചു നോക്കുമ്പോ ഇതിന്റെ ഉള്ളില് മാനത്ത് കണ്ണി എന്ന് പറയുന്ന 2 ചെറിയ മീൻ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ അദ്ദേഹം പിന്നീട് തന്റെ 2ാമത്തെ മാർഗം ഇറക്കുകയാണ്. അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് ഒരു വലിയ സിദ്ധിയുണ്ട്. എന്നെ ഒരു മുറിയിൽ കയറ്റി പൂട്ടിയിട്ടാൽ അതിന്റെ വാതിൽ തുറക്കാതെ തന്നെ എനിക്ക് വെളിയിൽ വരുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിനെയും ഇദ്ദേഹത്തെയും 2 മുറികളിലായി കയറ്റി പൂട്ടിയിട്ടു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ കാണുന്നത് തങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെയാണ്. പക്ഷേ ഈ മുസ്ലിം സിദ്ധനെ എത്ര നേരമായിട്ടും കാണുന്നില്ല. അങ്ങനെ എല്ലാവരും ഭയപ്പാടോടുകൂടി ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നമ്രശിരസ്കനായി വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ മുസ്ലിം സിദ്ധനെയാണ്. അദ്ദേഹം നടന്നു വന്ന് അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ മുറിയിൽ കയറ്റി പൂട്ടിയിട്ട സമയത്ത് എവിടെ നിന്നോ ഒരു വലിയ പക്ഷി പറന്നു വന്ന് എന്റെ മുന്നിൽ വന്ന് നിന്നെന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. അതെന്നെ നോക്കുന്ന ആ നോട്ടത്തിന്റെ ശക്തിയിൽ എനിക്ക് എന്റെ എല്ലാ ശേഷിയും നഷ്ടപ്പെടുന്നതായിട്ടാണ് തോന്നിയത്. ഇത്രയും പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവനെ അന്ന് വന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരികെ പോകുന്നത്. അങ്ങനെ ഗുരുവിൽ വിശ്വാസമില്ലാതെ ഇരുന്നവർക്ക് പോലും പിന്നീട് ഗുരുവിന്റെ വലിയ ആരാധകരായി അവര് മാറുന്നതാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവ ചരിത്രം പഠിക്കുന്ന ഒരു പഠിതാവ് പഠിച്ചെടുക്കുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത്. നാം കണ്ടതാണ് പരവൂർ കേശവൻ വേദാന്തിയോട് ശ്രീനാരായണ ഗുരുവുമായി താമസിച്ച സമയത്തുണ്ടായിരുന്ന അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന്. ശിവഗിരി മഠത്തിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം സ്വാമി തൃപ്പാദങ്ങൾ മഹാസമാധി പ്രാപിച്ച് ഏറെ വർഷത്തിനു ശേഷം ശിവഗിരി മഠത്തിൽ നിന്നും ഒരു സന്യാസി വര്യൻ പരവൂറുള്ള കേശവൻ വേദാന്തിയുടെ ഗൃഹത്തിലെത്തി അദ്ദേഹത്തോട് ചോദിച്ചപ്പോ കേശവൻ വേദാന്തി പറഞ്ഞ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, ദൈവത്തോടൊപ്പം താമസിച്ചു, പക്ഷേ ദൈവമാണെന്ന് അന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. കേശവൻ വേദാന്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വാസമില്ലാതിരുന്ന ഒരാളായിരുന്നു. എന്നാൽ ഒരിക്കൽ ഗുരുവിനോട് സംസാരിച്ചതിനു ശേഷമാണ് പിന്നീട് ആ മധുര പാവന മനോജ്ഞ വാണികൾ ശ്രവിക്കുവാൻ വേണ്ടി കേശവൻ വേദാന്തി എല്ലാ ദിവസവും ഗുരുവിന്റെ അടുത്തേക്ക് എത്തുന്നത് ഒരു പതിവാക്കിയത്. 1928 സ്വാമി തൃപ്പാദങ്ങൾ ധർമ്മസംഘത്തിന് രൂപം നൽകുന്ന സമയത്ത് അതിൽ ആദ്യ പേരുകാരനാകുവാൻ ബോധാനന്ദ സ്വാമികളെ ക്ഷണിച്ചപ്പോ ബോധാനന്ദ സ്വാമി ഗുരുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബോധാനന്ദ സ്വാമി ഭഗവാനോട് ചോദിച്ചു, അല്ലയോ സ്വാമി, അങ്ങയുടെ തിരുനാമത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ആദ്യ പേരുകാരനാകുവാൻ എന്ത് യോഗ്യതയാണ് ഈ ഉള്ളവനുള്ളത് എന്ന് ചോദിക്കുമ്പോ നാം തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ സ്വാമി തൃപ്പാദങ്ങളുടെ പേരിലുള്ള ഒരു സംഘടനയിൽ അംഗമായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്, അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് എന്ന്. ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു തന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കാണുവാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട്. അതിനെല്ലാം ഉപരിയായി എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇന്ന്
ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഒരുപാട് കൊച്ചുകുട്ടികൾ, എൻ്റെ സമപ്രായക്കാരായ എൻ്റെ കൂട്ടുകാരായിരിക്കുന്ന നിരവധി അനവധി കുട്ടികൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും കേരളത്തിലുള്ള ആളുകൾ പോലും സ്വാമി തൃപ്പാദങ്ങളെ തള്ളിപ്പറയുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു കോണിലിരുന്ന് ഇത്രയും അധികം ആളുകൾ ഭഗവാനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് ആ സ്വാമി തൃപ്പാദങ്ങളിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന്റെ അനുഗ്രഹം സേവനം UK എന്ന സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ അംഗത്തിനും ആ അംഗത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടാകും. ഇന്ന് വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി അനവധി ആളുകൾ സംസാരിച്ച ഈ വേദിയില് ഈ എളിയ പ്രഭാഷകയ്ക്ക് കൂടി നിങ്ങളൊരു അവസരം തന്നതില് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാരോടും സഹോദരി സഹോദരന്മാരോടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സജീഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്തപ്പോൾ അറിഞ്ഞു. ഇനിയും വളരെ കാലം ആരോഗ്യ ദൃഢഗാത്രനായി സ്വാമിയുടെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് ഭഗവാന്റെ പേരിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അതെന്നെ എൻ്റെ മാത്രം പിഴവായി കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞ് കേട്ട് പഴകിയ കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞപ്പോ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ജിജ്ഞാസയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചിരുന്നു. അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ എനിക്ക് സാധിച്ചത് തീർച്ചയായും എൻ്റെ ആചാര്യ പരമ്പരയുടെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെയും ശ്രേഷ്ഠത കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ സ്വാമി തൃപ്പാദങ്ങളുടെ പാദപാംസുകളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ. നന്ദി മോളെ, നന്നായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യനെ അല്ലെങ്കിൽ ഗുരുദേവന്റെ ആ പുണ്യാത്മാവിന്റെ കൃതികളും അതിന്റെ അർത്ഥങ്ങളും ഞങ്ങൾക്ക് മോള് നന്നായിട്ട് പറഞ്ഞു തന്നു. അതിന് എത്രയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. പിന്നെ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് മോക്ക് അതുപോലെ തന്നെ ഓൾ കേരള മത്സരങ്ങളിലൊക്കെ മോക്ക് പ്രസംഗത്തിലൊക്കെ എപ്പോഴും ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു. തുടർച്ചയായ വർഷങ്ങളില് ഗോൾഡ് മെഡലും ഒക്കെ നേടിയ മോളാണ്. അത് പറയുന്നതിൽ ഒരു അതിശയോക്തി ഇല്ല. മോളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം വെളിവായിട്ടുണ്ട്. പിന്നെ ഗുരുദേവനെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ള മോക്കും മോളുടെ കുടുംബത്തിനെയും ഗുരുദേവൻ എന്നും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലെ ഉയരങ്ങളിലേക്ക് ഇതുപോലെ മിടുക്കിയായിട്ട് വളരാനും ഇനി ഇതുപോലെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാനും ഞങ്ങളുടെ ഒത്തിരി കുഞ്ഞുമക്കളുണ്ട് നമ്മുടെ കൂട്ടത്തില്. മോള് പറഞ്ഞതുപോലെ എല്ലാവർക്കും പലർക്കും തന്നെ മലയാളം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മോള് പറഞ്ഞ വളരെ ലാളിത്യത്തോടെയുള്ള വളരെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നന്നായിട്ട് പറഞ്ഞു തന്നു. മോക്ക് ഒത്തിരി നന്ദി. എല്ലാവരുടെയും വക, UK സേവനത്തിന്റെയും ഓരോരുത്തരുടെയും വക. താങ്ക് യു മോളെ. സൗമ്യ, ഒരു മിനിറ്റ്. നമ്മള് ഇന്ന് നമുക്കിങ്ങനെ ഈ ഉത്തരജമോളെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഉത്തരജമോളുടെ ഒരു സ്വപ്നം എന്താണെന്നറിയാമോ? ആതുര സേവന രംഗത്ത് ഒന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ BSc നേഴ്സിംഗ് പഠിച്ച് അപ്പൊ അതിന് അതായത് എപ്പോഴും അതൊരു സേവനം, നമ്മളൊരു ജോലി എന്ന് നിങ്ങളെ പോലെയൊക്കെ തന്നെ ഇപ്പം സൗമ്യൊക്കെയാണുള്ള ഒരു നേഴ്സാണ്. അപ്പൊ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തില് അതായത് നമ്മൾ ജോലി എന്നതിനുപരിയായിട്ട് നിങ്ങൾ എല്ലാവരെയും ചേർത്ത് നടത്തുന്ന ഭൂമിയിലെ മാലാകമാരായ നേഴ്സുമാര് ശരിക്കും പറഞ്ഞാല് ഇത്രയും ഈ ഗുരുദേവ കൃതികൾ, ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുസാഗരം, നമുക്ക് അനന്തമില്ലാത്ത ഒരു ഇതാണ് ഗുരു എന്നുള്ളത്. ആ ഗുരുവിന്റെ 64 അമൃത കുംഭങ്ങൾ എന്ന് പറയുന്നപ്പോൾ അത് ആ കൃതികൾ എന്ന് പറഞ്ഞാൽ അമൃത കുംഭങ്ങളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് ഗുരുവിനെ കുറിച്ചുള്ള ഒരു സംഗ്രഹമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരജമോളുടെ പ്രഭാഷണം ഈ സംസാരം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ എല്ലാ 64 കൃതികളിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിട്ട് തന്നെയാണ് മനസ്സിലായത്. ഇത്രയും മനോഹരമായ രീതിയിൽ, ഇത്രയും ആഴമേറിയ രീതി, എല്ലാ കൃതികളിൽ നിന്നും 1ഉം 2ഉം വാക്കുകൾ എടുത്താണെങ്കിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ BSc നേഴ്സിംഗ്, ആതുര സേവന രംഗം എന്നുള്ളത് നേഴ്സിംഗ് മാത്രമല്ല, ഒരു പടി കൂടെ കിടന്നൊരു ഡോക്ടറായിട്ട് തന്നെ ഈ സൂര്യൻ അസ്തമിക്കാത്ത നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലോട്ട് തന്നെ വരാൻ, ഇവിടെ നമ്മുടെ ശിവഗിരി ആശ്രമത്തിന്റെയൊക്കെ ഭാഗമാകാൻ ഫ്യൂച്ചറിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങോട്ട് തന്നെ വരും. അതിനൊക്കെ ഒരു കഴിവ് വരട്ടെ. അതുപോലെ തന്നെ എനിക്കൊരു സംശയവും ഇല്ല,
നമ്മുടെ ഇപ്പം ഈ ബാലദീപം എന്ന ക്ലാസ് ഇവിടെ നടത്തുന്നതിലൂടെയാണ് നമ്മുടെ ഈ കുട്ടികളല്ലേ കൃതികളൊക്കെ ഇവിടെ ആലപിക്കുന്നത്. അതിന്റെ ഒരു മുഖ്യ ധാരയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് രസികുമാറും അതുപോലെ തന്നെ സൗമ്യ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ഉത്തരജാമകളുടെ പേരായിരിക്കും ഒരു ഉപമയായിട്ട് സൗമ്യയും മറ്റുമൊക്കെ മറ്റു കുട്ടികളോട് പറയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തെല്ലും സംശയമില്ല. അപ്പം ഇതുപോലെ എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആളുകളില് ശരിക്കും പറഞ്ഞാൽ ഗുരുവിന്റെ ഒരു അനുഗ്രഹം അത് ഇപ്പത്തെ സാറിനെ എനിക്ക് സ്ക്രീനിൽ കാണാം, ജെമിനി സാറിന്റെ മോള്. അപ്പൊ ജെമിനി സാറ് നമുക്കെല്ലാം നമ്മളിപ്പോ ഈ ഇങ്ങനത്തെ ഈ സത്സംഗം സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രാർത്ഥനായജ്ഞം എന്നതിനുപരിയായിട്ട് നമ്മളാക്കി ഈ ഒരു രീതിയിലാക്കിയ ഗുരുവിനോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദി പ്രകാശനമാണ് നമ്മുടെ പ്രാർത്ഥന. അല്ല പ്രാർത്ഥിച്ച് നമുക്കൊന്നും നേടാനല്ല, നമ്മളെ ഈ അനവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നമ്മുടെയൊക്കെ ജീവിതം ധന്യരുമാകുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ കാര്യം. ഒരുപക്ഷെ ഞാനിങ്ങനെ ഓർക്കുയത് നമ്മുടെ ജെമിനി സാറിന്റെ ഒക്കെ ജീവിതം ധന്യമാകുന്നത് ഈ ഒരു രീതിയിലൂടെയൊക്കെ ആകുക എന്നുള്ളത് അത് ഗുരുവിന്റെ ഒരു കൃപാകടാക്ഷം നിങ്ങൾക്കായിട്ട് മാത്രം കിട്ടിയതാണ്. അതിന്റെ ഒരു അല്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വേദികളിൽ ഞങ്ങളിലോട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതും ഞങ്ങൾക്കത് കാണാൻ നേരിട്ട് ഇങ്ങനെ അനുഭവിക്കാൻ യോഗം അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ ഈ സത്സംഗത്തെ കാണുന്നു. ഈ പാതിരാത്രി സമയത്തും മോൾ ഇങ്ങനെ വന്ന് സംസാരിച്ചതും അതിന് ഫുൾ സപ്പോർട്ട് കൂടി അച്ഛനായ ജെമിനി സാറ് കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഇത് ഈ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് വലിയൊരു, എന്റെ കുഞ്ഞു മോള് 6 വയസ്സേ ഉള്ളൂ, അവളെന്നെ മടിയിരിക്കുക, മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ എന്നെ മടിയിരുന്ന് കേൾക്കുക. അപ്പൊ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ മോക്കും സാറിനും ഒക്കെ ഈ നമ്മുടെ ഇവിടെ വരാനൊക്കെ ഒരു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലേ അതല്ലേ സൗമ്യ പറയാനുള്ളത് കേട്ടോ? അപ്പൊ ജെമിനി സാറ് രണ്ടു വാക്ക് അതെ, സമയം പോയിട്ട് 2 വാക്ക് ജെമിനി സാറിന്റെ ഒരു പ്രഭാഷണം ഞങ്ങൾ ഫ്യൂച്ചറിൽ വെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, വരുന്ന ആളുകളിൽ തന്നെ. ഇപ്പൊ 2 വാക്ക് സംസാരിക്കാനോട് ക്ഷണിക്കുന്നു പ്ലീസ്. നമസ്തേ, കേൾക്കാമോ പറയുന്നത്? തീർച്ചയായിട്ടും. വളരെ സന്തോഷമുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചത്. ഓൺലൈനിൽ വന്നപ്പോ എല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഇത് കേട്ടിരിക്കുന്നു. പ്രാർത്ഥനകൾ മലയാളം അത്ര സ്പഷ്ടമായിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവരൊക്കെ പരിശ്രമിച്ച് ഗുരുദേവ കൃതികളൊക്കെ ചൊല്ലുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെയൊക്കെ മനസ്സിലൊരു ആഗ്രഹമാണ് എല്ലാവരും, നമ്മുടെ കുട്ടികളെല്ലാം എവിടെയൊക്കെ പോയാലും ഗുരുവിനെ അറിഞ്ഞ്, ഇനിയുള്ളൊരു തലമുറ ആ ഗുരുവിനെ അറിഞ്ഞ് അത് ആചരിച്ച് വളർന്നു വരുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ള നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഉത്രജ നല്ലൊരു കൃതി കൂടി ചൊല്ലിക്കൊടുത്തിട്ട് വേണം പ്രഭാഷണം നിർത്തി പോകാൻ. കാരണം കുട്ടികളതൊക്കെ കേൾക്കട്ടെ, അവരുടെ ഓർമ്മശക്തിക്കൊക്കെ അവർക്ക് ചൊല്ലാൻ പറ്റുന്ന കൃതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഉത്രജയ്ക്കുണ്ട്. അതുകൂടെ ചെയ്യാൻ പറയും. ഓക്കെ, സന്തോഷം എല്ലാരെയും കണ്ടതിലും. താങ്ക് യു സർ, താങ്ക് യു. ശരിയാ മോളെ, എന്നാ കൃതികളൊക്കെ ഞങ്ങൾക്ക് മക്കൾക്കായിട്ടൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്കൊക്കെ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു, ഒത്തിരി ഉപകാരമായിരുന്നു. യഥാർത്ഥത്തില് സ്വാമതൃപാദങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കൂടാനായിട്ട് 3 കൃതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ദേവി പ്രണാമ ദേവി അഷ്ടകം എന്ന് പറയുന്ന 8 പദ്യങ്ങളുള്ള ഒരു കൃതിയാണ്. ചില പുസ്തകങ്ങളില് ദേവി അഷ്ടകം എന്ന പേരിലാണ് ഈ കൃതി അച്ചടിച്ച് വന്നിട്ടുള്ളത്. ആ കൃതി തുടങ്ങുന്നത് ഇപ്രകാരമാണ്: പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ. ഈ പദ്യം കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കും വളരെ എളുപ്പമുള്ള ഒരു കൃതിയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അടുത്ത പദ്യത്തില് മുള്ളുകൊണ്ട് നിർമ്മിച്ചൊരു മാറ്റ് വിരിച്ചു തന്നിട്ട് അതിന്റെ മുകളിലൂടെ നടന്നു കൊള്ളാനാണ് സ്വാമി ആവശ്യപ്പെടുന്നത്. പാദഭക്ത ജനപാലനാദിക പരായണ ഭവഭയാപഹ, പൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത, സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത, ശാതസാരദ ശാഖ ശേഖര ശിവ ശിവ ശിവമുദീയത. ഇങ്ങനെ തുടങ്ങുന്നതാണ് ദേവി പ്രണാമ ദേവി അഷ്ടകം, അല്ലെങ്കിൽ ദേവി അഷ്ടകം എന്ന പേരില് പുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന കൃതി.
പിന്നീട് രണ്ടാമത്തെ കൃതി എന്ന് പറയുന്നത് ബാഹുലേയ അഷ്ടകമാണ്. അത് ചൊല്ലുവാനായിട്ട് അല്പം കഠിനമാണ്. അതിന്റെ ആദ്യത്തെ ഓരോ വരിയുടെയും ആദ്യത്തെ ഭാഗത്ത് ഗുരു ഉപയോഗിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ബീജമന്ത്രങ്ങളാണ്. ഓം 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 ഹോമ ധൂമ പ്രകട തട ജടാ കോടി ഭോഗി പ്രഭൂരം അം 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 ആദിതേയ പ്രണവ പദയുഗാം ബോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിത വപുർജ്യോതിരാനന്തരൂപം ശ്രീം 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 ശീഘ്രചിത്ത ഭ്രമഹര മനിഷം ഭാവയേ ബാഹുലേയം. ഇങ്ങനെ തുടരുന്നതാണ് ബാഹുലേയ അഷ്ടകം എന്ന സുബ്രഹ്മണ്യ ഭഗവാനെ വന്ദിക്കുന്ന ബാഹുലേയ അഷ്ടകം. പിന്നീട് മൂന്നാമത്തെ കൃതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചൊല്ലുന്ന, നമ്മളെല്ലാവരും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തുന്ന ഭദ്രകാളി അഷ്ടകമാണ്. ഭദ്രകാളി അഷ്ടകത്തിന്റെ ഫലശ്രുതിയിൽ സ്വാമി പറയുന്നുണ്ട്, ഭദ്രകാളി അഷ്ടകം എല്ലാ ദിവസവും ആലപിക്കുന്ന വീടുകളിൽ നിന്ന് രോഗവും ദുരിതവും ഒക്കെ അകന്നു നിൽക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ഈ 3 കൃതിയുമാണ് സ്വാമി തൃപ്പാദങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി കൂടുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള 3 കൃതികൾ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് എല്ലാ ദിവസവും ഇതൊക്കെ മനനം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പഠിക്കുമ്പോൾ ഉള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുക തന്നെ ചെയ്യും. തീർന്നില്ല. ഉത്രജ ആ ശിവലിംഗദാസ സ്വാമികൾ എഴുതിയ ഒരു കൃതി അവരൊന്ന് ചൊല്ലി കേൾപ്പിച്ചേ, പിള്ളേർ കേൾക്കട്ടെ പുതിയതായിട്ട്. ശിവലിംഗദാസ സ്വാമിയുടെ 34 പരം വരുന്ന കൃതികൾ നമുക്ക് ലഭ്യമാണ്. അതിലൊരു കൃതിയാണ് ഗുഹദശകം എന്ന് പറയുന്നത്. കരുണാകര വരദായക പുനരാശന തനയാ പരിപൂരണ ഗുരുനായക വരികെന്നുടെ സവിധേ ഒരു കാഞ്ചന വടിവേലൊടു വിലസും മദഹരനിൻ തിരുമേനിയിൽ അമരുന്നതിനരുളേകുക മുരുക. ഇങ്ങനെ തുടരുന്നതാണ് ഗുഹദശകം എന്നത്. ഗുഹദശകം യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യ ഭഗവാനെ വന്ദിക്കുന്നതാണ് എങ്കിൽ പോലും ശിവലിംഗദാസ സ്വാമി ആരംഭിച്ചിരിക്കുന്നത് തന്റെ ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ശിവലിംഗദാസ സ്വാമി 34 പരം വരുന്ന കൃതികൾ രചിച്ചിട്ടുണ്ട്. ഈ കൃതികൾ ലഭ്യമായിരിക്കുന്നത്, ഒരു പക്ഷേ ഈ കൃതി ചൊല്ലിയപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം. ഈ കൃതികൾ അച്ചടിച്ച് വന്നിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച ശ്രീനാരായണ ശിവലിംഗം എന്നു പേരുള്ള ഒരു പുസ്തകത്തിലാണ്. എന്നാൽ അതിൻ്റെ പുതിയ പതിപ്പിൽ ഈ കൃതികളില്ല. പഴയ പതിപ്പിൽ, അതായത് ആദ്യത്തെ 1000 കോപ്പികളിലായിരുന്നു ഈ കൃതികൾ ഉണ്ടായിരുന്നത്. ഇനി ഈ കൃതികൾ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ച് ഏത് കൃതിയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇന്ന് ആ കൃതികൾ അച്ചടിച്ച പുസ്തകം ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പോ 34 പരം വരുന്ന കൃതികള് ശിവലിംഗദാസ സ്വാമികളും നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം. ഇതിനിടയ്ക്ക് ഈ പ്രഭാഷണത്തിനിടയ്ക്ക് മോക്ക് കിട്ടിയ ഫലകങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു 100 കണക്കിന്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു കാര്യം വ്യക്തമായത് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അർഹമായ കൈകളിലാണ് എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടെ ഇതിനോട് തന്നെ പറയുകയാണ്. ഒരു സംശയമില്ല. ലോകം ആദരിക്കുന്ന ആതുര സേവന രംഗമാണ് ഇഷ്ടമെങ്കിൽ അതിന്റെ ഏറ്റവും തലപ്പത്ത് ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്ന ഒരു വലിയൊരു വനിതയായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. അത് ഗുരു സാക്ഷ്യം അങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ എമ്പാടും ഉണ്ടാവട്ടെ. സന്തോഷകരമായ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കേട്ടോ. സന്തോഷം. നന്ദി മോളെ. ഞങ്ങളുടെ എല്ലാവരുടെയും വക നന്ദി രേഖപ്പെടുത്തുന്നു. ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ മോള്. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാകും അതിന്. ഇനിയും ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരട്ടെ. മക്കൾക്കൊക്കെ ഉപദേശിച്ച് പഠിപ്പിച്ചു തരട്ടെ. ഇതുപോലെ ഇനി സമയമുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരിക. എപ്പോഴും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരംഗത്തെ പോലെ തന്നെ ഞങ്ങളുടെ കൂടത്തിൽ മോക്കും ഞങ്ങളോട് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ആവശ്യമുള്ളപ്പോഴൊക്കെ വിളിച്ചാൽ മതി. എപ്പോഴും ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഒത്തിരി രാത്രിയായി അവിടെ അല്ലേ? കുഴപ്പമില്ല. ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്.